നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിലിത അൽ മുക്താദിറിന് പിടിവീടിരിക്കുന്നു. ഏകദേശം 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി അൽ മുക്താദിർ ബ്രാഞ്ചുകളിൽ നടന്ന ശക്തമായ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡുകൾ. കള്ളപ്പണം വെളുപ്പിക്കലും മണി ചെയിൻ മാതൃകയിൽ തട്ടിപ്പുകളുമൊക്കെ ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നു. ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം തുടങ്ങിയെന്ന് ആദായ നികുതി ഇന്റലിജൻസ് വിഭാഗം പറയുന്നു. കള്ളപ്പണം വെളുപ്പിക്കലിന് ഈ സ്ഥാപനം മറയാക്കി പ്രവർത്തിപ്പിച്ചുവെന്ന ഗുരുതരാരോപണവും ഉയർന്നുവരുന്നു. ഗൾഫിലേക്ക് ഏകദേശം 50 കോടി രൂപയോളം മാറ്റിയത്രേ. പഴയ സ്വർണം വാങ്ങുന്നതിന്റെ പേരിലും വലിയ തട്ടിപ്പുകൾ ജുവലറി നടത്തി എന്ന സംശയമാണ് ആദായ നികുതി വകുപ്പ് പുറത്തുവിടുന്ന സൂചനകൾ. 2 ലക്ഷത്തിന്റെ സ്വർണം വാങ്ങിയാൽ 20 ലക്ഷം എന്ന് കള്ളക്കണക്കുണ്ടാക്കി പണം തട്ടുകയായിരുന്നു ഈ ജുവലറി ചെയ്തത് എന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. സ്ഥാപനത്തിന്റെ തലവൻ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പണം വിദേശത്തേക്ക് കൈമാറ്റം ചെയ്തു എന്ന ഗുരുതര ആരോപണങ്ങൾ ഉയർന്നുവരുന്നു. ഇൻകം ടാക്സ് പരിശോധനയിൽ കണ്ടെത്തിയത് പലതും ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളാണ്. സംസ്ഥാന വ്യാപകമായി 30 ജുവലറികളിലാണ് ഇക്കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് റെയ്ഡുകൾ നടത്തിയത്. അൽ മുക്താദിർ മാത്രമല്ല, മറ്റു ചില ജുവലറികളും സമാനമായ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് എന്ന് ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നു. ജുവലറികളിൽ നിന്നും പിടിച്ചെടുത്ത തെളിവുകളും രേഖകളുമൊക്കെ വിശദമായി പരിശോധിക്കുകയാണിപ്പോൾ ആദായ നികുതി വകുപ്പ്. ഷോറൂമുകളിൽ എത്ര സ്വർണമുണ്ട് എന്നതിന്റെ പോലും വ്യക്തമായ കണക്കുകൾ അവർ സൂക്ഷിച്ചിരുന്നില്ല. അടിമുടി ദുരൂഹതയാണ് ഈ ജുവലറി ഗ്രൂപ്പുകളെ സംബന്ധിച്ച്. ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിൽ വളർന്നു പന്തലിച്ച ഒരു ജുവലറി ഗ്രൂപ്പാണ് അൽ മുക്താദിർ. ഇക്കഴിഞ്ഞ 2 ദിവസമായി അൽ മുക്താദിർ ജുവലറികളിൽ സംസ്ഥാന വ്യാപകമായി റെയ്ഡുകൾ നടത്തിയിരുന്നു ആദായ നികുതി വകുപ്പ്. മുൻകൂർ പണം സ്വീകരിച്ചുള്ള സ്വർണ്ണ ഇടപാടുകളാണ് അൽ മുക്താദിർ ജുവലറിയുടെ മുഖ്യ ബിസിനസ്. നിക്ഷേപകരെ ഇതിനായി പ്രേരിപ്പിക്കുകയും വൻതോതിൽ നിക്ഷേപങ്ങൾ ജുവലറി വാങ്ങിക്കൂട്ടുകയും ചെയ്തു. നിക്ഷേപങ്ങൾ സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നുവെന്നും ഈ പശ്ചാത്തലത്തിൽ സ്ഥാപനത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ പ്രാഥമിക പരിശോധന നടത്തുകയാണ് ചെയ്തതെന്നും ആദായ നികുതി വകുപ്പ് വിശദീകരിക്കുന്നു. മുൻകൂർ ഡിപ്പോസിറ്റ് സ്വീകരിക്കുന്ന മാർഗം ജുവലറിയുടെ ഓരോ ശാഖകളിലും നടക്കുന്നു. കേരളത്തിൽ മറ്റു ചില ജുവലറി ഗ്രൂപ്പുകളും ഇത്തരത്തിൽ മുൻകൂർ നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് അൽ മുക്താദിറിന് സാമ്പത്തികമായി പ്രതിസന്ധിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു. അവരാണ് 2000 കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പൊതുസമൂഹത്തിന് പകർന്നു നൽകിയത്. പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയിലേക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായി ജുവലറി എത്തിയെന്നാണ് അന്ന് അബ്ദുൾ നാസർ ഉയർത്തിയ ആരോപണം. 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുമെന്ന് പറഞ്ഞ് പത്രമാധ്യമങ്ങളുടെ മുൻപേജിൽ ജാക്കറ്റ് പരസ്യങ്ങളാണ് അൽ മുക്താദിറിന്റെ വെടിക്കെട്ട് തുടക്കം. അങ്ങനെ സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ പറഞ്ഞുപറ്റിച്ച് വൻതോതിൽ പണം തട്ടിയെന്ന ആരോപണമായിരുന്നു അന്ന് ഉയർന്നു വന്നത്. വിവാഹ ആവശ്യത്തിനടക്കം സ്വർണം നൽകുന്നതിന് വൻതോതിൽ ഡിപ്പോസിറ്റ് വാങ്ങിച്ചിരുന്ന അൽ മുക്താദിർ ജുവലറിയിൽ നിന്ന് സ്വർണം കിട്ടാത്തതിനെ തുടർന്ന് വ്യാപക പ്രതിഷേധം ഇതിനിടയിൽ കേരളം കണ്ടു. തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ഓരോ ഡിപ്പോസിറ്റുകളും അവർ ക്യാൻവാസ് ചെയ്ത് വലിയ നിക്ഷേപം സ്വരുക്കൂട്ടിയത്. പരസ്യങ്ങൾ വഴി നിരവധി ആൾക്കാർ തട്ടിപ്പിൽ കുടുങ്ങി കോടികൾ നിക്ഷേപിച്ചു. എന്നാൽ പലതും കണക്കില്ലാത്ത പണമായതുകൊണ്ട് എങ്ങനെ നിയമപരമായി അൽ മുക്താദിറിനെ നേരിടുമെന്ന് അവർ കുരുക്കിലുമാണ്. 2000 കോടി രൂപയോളം ഏകദേശം ഇത്തരം നിക്ഷേപ പദ്ധതികളിലൂടെ അൽ മുക്താദിർ സംഘടിപ്പിച്ചുവെന്ന ആരോപണം ഉയർന്നു വന്നതിന് തൊട്ടു പിന്നാലെയാണ് സ്വർണ്ണ വ്യാപാര മേഖലയിലെ വ്യാപാരികളുടെ അസോസിയേഷനായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ അൽ മുക്താദിറിനെതിരെ തിരിഞ്ഞത്. പത്രമാധ്യമങ്ങളിൽ വൻ പരസ്യം നൽകിയും തട്ടിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർമാരായി ചില പുരോഹിതന്മാരെ ഒപ്പം കൂട്ടിയുമൊക്കെ അൽ മുക്താദിർ അങ്ങനെ മുസ്ലിം സമുദായത്തിൽ നിറഞ്ഞു. ഉപഭോക്താക്കൾ ഇവരുടെ വലയിൽ വീഴാതിരിക്കാനും അവരെ പിന്തിരിപ്പിക്കാനും അസോസിയേഷൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് അസോസിയേഷൻ തന്നെ വ്യക്തമാക്കി. 3 മാസം, 6 മാസം, 1 വർഷം എന്നിങ്ങനെ വ്യത്യസ്ത കാലയളവിൽ സ്വർണം നൽകാം എന്ന ഉറപ്പിന്മേലാണ് ഇവർ നിക്ഷേപങ്ങൾ സ്വീകരിച്ചത്. കാലാവധി എത്തിയിട്ടും സ്വർണം കിട്ടാതെ വന്നതോടെ നിക്ഷേപകർ പരിഭ്രാന്തിയിലായി. ഇതിനെ തുടർന്ന് ചില സംഘർഷങ്ങൾ അൽ മുക്താദിറിന്റെ പല ബ്രാഞ്ചുകളിലും ഉടലെടുത്തു. പല ഉപഭോക്താക്കളും കടയടപ്പിക്കാതെ വൈകുവോളം ആ കടകൾക്ക് മുന്നിൽ കുത്തിയിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. എന്നാൽ അൽ മുക്താദിറിന് വേണ്ടി വലിയ പരസ്യങ്ങൾ അഴിച്ചുവിട്ട മാധ്യമങ്ങൾക്ക് ഇത് വാർത്തയാക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ മിക്ക ജില്ലകളിലും ഷോറൂമുകൾ തുടങ്ങി നൊടിയിടയ്ക്കുള്ളിലാണ് അൽ മുക്താദിറിന്റെ
മിന്നൽ വേഗതയിലുള്ള വളർച്ച. എന്നാൽ അൽ മുക്താദിർ പിരിച്ചെടുത്ത പണത്തിന് തുല്യമായ സ്വർണം ഞങ്ങൾ കൃത്യമായ ഇടവേളകളിൽ നൽകുന്നുണ്ട് എന്ന് അൽ മുക്താദിർ ഉടമ ഡോക്ടർ മുഹമ്മദ് മൻസൂർ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഇടയ്ക്ക് പങ്കുവച്ചിരുന്നു. അമിത ലാഭം എടുക്കാതെ സ്വർണ്ണ കച്ചവടം നടത്തുന്നതിലുള്ള കലിപ്പാണ് മറ്റ് ജുവല്ലറികൾക്ക്. തങ്ങളെ തകർക്കാൻ മറ്റ് ജുവല്ലറികൾ ശ്രമിക്കുന്നു. വ്യാജ പ്രചരണങ്ങളിൽ വീഴരുത് എന്നാണ് അദ്ദേഹം കേരളത്തോട് പറഞ്ഞത്. കാര്യങ്ങൾ ഭദ്രമല്ല എന്ന് വ്യക്തം. അത് വീണ്ടും നമ്മെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ്. കേരളത്തിൽ എത്രയോ നിക്ഷേപകരാണ് ഇങ്ങനെ തട്ടിപ്പുകളിൽ കുടുങ്ങി തങ്ങളുടെ പണം നഷ്ടമാക്കുന്നത്. അൽ മുക്താദിർ ഗ്രൂപ്പും അധികം കഴിയാതെ നിലംപൊത്തുമെന്ന ഭയം ഇപ്പോൾ നിക്ഷേപകരിൽ പടരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.